സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ശമ്പള പരിഷ്കരണത്തിൽ വാക്ക് പാലിക്കാതെയാണ് രണ്ടാം പിണറായി സർക്കാർ. 12ാം ശമ്പള പരിഷ്കരണം ഈ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് വരുന്ന വിവരങ്ങൾ. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോലും സർക്കാർ കടന്നിട്ടില്ല. ഇനി ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ ബാക്കിയുള്ളത് 8 മാസം മാത്രമാണ്. ഇതിനുള്ളിൽ എങ്ങനെയാണ് ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ കഴിയുന്നത് എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഇത് ജീവനക്കാരോടുള്ള വഞ്ചനയെന്നാണ് സർവീസ് സംഘടനകൾ പറയുന്നത്. ജനം ബ്രേക്കിംഗ്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രജിത്ത്, രണ്ടാം പിണറായി സർക്കാരും ഈ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ കൈയൊഴിയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. വിവരങ്ങൾ. നിലിമ, സംസ്ഥാനത്തെ ജീവനക്കാർ, പെൻഷനേഴ്സ് എന്നിവരെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് 12ാം ശമ്പള പരിഷ്കരണം എന്നുള്ളത്. എന്നാൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമിക നടപടികൾ പോലും ആരംഭിക്കാതെ സർക്കാർ ഇപ്പോഴും ഒളിച്ചുകളി തുടരുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പലവട്ടം ഇത് സംബന്ധിച്ച്, അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കും, അതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്തരം പ്രതീക്ഷകളെല്ലാം ഏതാണ്ട് അസ്തമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് സർവീസ് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണം. അവർ കൃത്യമായി വ്യക്തമാക്കുന്നത് ഇനി സർക്കാരിൻ്റെ കാലാവധി തീരാൻ 8 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ 4 മാസത്തോളം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നഷ്ടമാകും. ആ സമയങ്ങളിൽ ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. തുടർന്ന് ആകെ 4 മാസം മാത്രമാണ് സർക്കാരിന് മുൻപിലുള്ളത്. ഇക്കാലയളവ് കൊണ്ട് ഒരു ശമ്പള പരിഷ്കരണ നടപടികളുമായി, അതായത് പ്രത്യേകിച്ച് 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നതും അതിൻ്റെ പ്രാഥമിക നടപടികളൊക്കെ ആരംഭിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ പോലും സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ, അതായത് കഴിഞ്ഞ കുറേ നാളത്തെ മന്ത്രിസഭാംഗങ്ങളുടെയൊക്കെ സർക്കാർ ജീവനക്കാർ പ്രധാനമായി ഉറ്റുനോക്കിയിരുന്നത് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനങ്ങൾ, നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിൽ വാഗ്ദാനം ചെയ്ത സർക്കാർ ജീവനക്കാരെ അടക്കം ഒപ്പം ചേർത്ത് നിർത്താൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയെങ്കിലും അതിനപ്പുറത്തേക്ക് അവരുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുന്നില്ല എന്നുള്ളതാണ്. 2019 ഈ 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നത്. അത് പിന്നീട് 13 മാസങ്ങൾക്ക് ശേഷം, അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെയാണ് അന്ന് കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നതും. പിന്നീട് 2021 ഫെബ്രുവരി 10 ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് നൽകി ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് സർക്കാർ ആ റിപ്പോർട്ടിന് സാധാരണഗതിയിലില്ലാത്തൊരു സാഹചര്യം പരിഗണിച്ച് അതിന് അംഗീകാരം നൽകുന്നൊരു സാഹചര്യമുണ്ട്. കാരണം 2021 ഫെബ്രുവരിയിൽ ഈ പറയുന്ന ശമ്പള പരിഷ്കരണത്തിന് സർക്കാർ അംഗീകാരം നൽകുന്നു. 2021 ഏപ്രിൽ വീണ്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടത്തിന് വേണ്ടി സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്താൻ വേണ്ടി അന്ന് അതിവേഗം ശമ്പള പരിഷ്കരണത്തിന് സർക്കാർ അംഗീകാരം നൽകുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ ഇത്തവണ അതില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ എടുത്തു പറയേണ്ടത് എല്ലാ 5 വർഷവും കേരളത്തിൽ ശമ്പള പരിഷ്കരണം അടക്കമുള്ള നടപടികൾക്ക് സർക്കാർ പോകാറുണ്ട്. പക്ഷേ ഇത്തവണ അതും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സർവീസ് സംഘടനകൾ ആരോപിക്കുന്നത്. കാരണം സർക്കാരിൻ്റെ ഈ തനത് വരുമാനത്തിൻ്റെ വർധനവിന് വേണ്ടിയിട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പോലും മുണ്ടുമുറുക്കി ജീവിച്ചവരാണ് തങ്ങൾ ജീവനക്കാർ എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് DA അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പലതവണ വൈകിപ്പിച്ചപ്പോഴും അതിൽ ചില പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പോകാതെ തനത് വരുമാന വർധനവിന് വേണ്ടി സഹകരിച്ചവരാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ. അവരെയാണ് സർക്കാർ വഞ്ചിക്കുന്നത് എന്നാരോപിച്ചാണ് ഇപ്പോൾ സർവീസ് സംഘടനകൾ അടക്കമുള്ളവർ രംഗത്ത് വരുന്നത്. നീലിമ, ശരി, ശമ്പള പരിഷ്കരണത്തിൽ വാക്ക് പാലിക്കാതിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പ്രജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.